ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള ഒരു കടലക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ കറിക്ക് തേങ്ങ അരച്ച് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. തേങ്ങയില്ലാണ്ട് തന്നെ നമുക്ക് നല്ല കട്ടിയിൽ ഇതുണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് കുറച്ച് കടല ഉപ്പിട്ട് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരല്പം കടല മാറ്റി വയ്ക്കാം. ഇനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അല്പം കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുകൊക്കെ പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരല്പം തേങ്ങാക്കൊത്ത് കൂടി ചേർക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. തേങ്ങാക്കൊത്ത് കൂടി ചേർക്കുമ്പോൾ കറിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും, പ്രത്യേകിച്ച് പുട്ടിനോടൊപ്പം കഴിക്കുമ്പോൾ. ഇതുപോലെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് അല്പം വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വലിയ ഒരു സവാള കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ചെറിയ സവാളയാണെങ്കിൽ 2 എണ്ണം ഉപയോഗിക്കാം. ഞാനിവിടെ വലിയ സവാള ആയതുകൊണ്ട് ഒരെണ്ണമേ എടുത്തിട്ടുള്ളൂ. സവാളയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. കടലയ്ക്ക് ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇനി 1-2 മിനിറ്റ് സവാള ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്തതിന് ശേഷം നല്ല രീതിക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. സവാളയൊക്കെ നല്ല രീതിയിൽ ഒന്ന് സോഫ്റ്റായി കിട്ടണം. ഇടയ്ക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാനും ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ സവാള അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ ഏകദേശം ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മുളക് പൊടി എരിവിനനുസരിച്ച് ചേർത്താൽ മതി. കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കണം. ഇനി ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ വഴറ്റി കൊടുക്കേണ്ടതുണ്ട്. പൊടികളൊക്കെ മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമുണ്ടാകും. അതുവരെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് വഴറ്റി കൊടുക്കേണ്ടതുണ്ട്. പൊടികളുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരണം, ഒരു ഡാർക്ക് കളറായി വരണം. പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം മീഡിയത്തിലേക്ക് ആക്കിയിട്ട് കറിക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി കടലക്കറിക്ക് നല്ല കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് നേരത്തെ മാറ്റി വെച്ചിരുന്ന കടല അല്പം വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ കടല അരച്ചത് കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് കൂടും, കറിക്ക് നല്ല തിക്നെസ്സും കിട്ടും. അതുകൊണ്ട് തന്നെ തേങ്ങ വറുത്തരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കടല മാത്രം അരച്ച് ചേർത്താൽ മതി. അപ്പോൾ നല്ല കുറുകി കിട്ടും ചാറൊക്കെ. ഇനി കറിക്ക് എത്രത്തോളം വെള്ളം ആവശ്യമാണോ അത്രത്തോളം വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ കറി ഒന്ന് തണുത്ത് വരുമ്പോൾ കട്ടിയായി പോകും, അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം വയ്ക്കാൻ ശ്രദ്ധിക്കണം.
ലാസ്റ്റായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു മണം കിട്ടും. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ ചേർത്താൽ മതി. ഒരു ചെറിയൊരു മധുരം പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പഞ്ചസാര കൂടി ചേർക്കുന്നത്. അത് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, ഒരു കുഴപ്പവുമില്ല. പഞ്ചസാര കൂടി ഇടുമ്പോൾ ഈ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടും. പിന്നെ ലാസ്റ്റ് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല കുറുകിയിട്ടാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഈ കറി. അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ചപ്പാത്തിയുടെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. ഞാനിവിടെ പുട്ടിൻ്റെ കൂടെയാണ് ഈ കറി ഉപയോഗിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.